ഹലോ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താർ പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചീസി ആയിട്ടുള്ള ഒരു ചിക്കൻ ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കണ്ടുനോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട്. ഇങ്ങനെ ഇതാ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ടേക്ക് മസാല പൗഡേഴ്സാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ആദ്യം തന്നെ 1 സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം വരും അറബിക് മസാല. ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മന്തി മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒറിഗാനോ ആണ്. ഇത് ഓപ്ഷനല്ല, പക്ഷേ ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ വരും ഈ ഒരു ഫില്ലിങ്ങിന്. പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഹോട്ട് സോസാണ്, ചില്ലി ഹോട്ട് സോസ്. അതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ചേർത്ത് കൊടുക്കുന്നുള്ളത് 1 സ്പൂണോളം വിനാഗിരാണ്. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതാ ഈ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അതിന് വേണ്ടിക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് 1 സ്പൂണോളം വരും ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെങ്കിലും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ, നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്ന ചിക്കനെല്ലാം. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചിക്കന് ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇവിടെ ഒരു 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ മതിയാവും ഇതൊന്ന് വെന്തിട്ടാൻ. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള വെജീസ് എല്ലാം കട്ട് ചെയ്തെടുക്കുക. ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, അതേപോലെ തന്നെ ഒരു 6 പയർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും, അതേപോലെ തന്നെ ഒരു ഉള്ളി. ഇത് മാത്രമേ വേണ്ടൂ ഫില്ലിങ്ങിന്. ഇനി ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കില്ല, ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ. പിന്നെ ഇതിലെടുത്തിട്ടുണ്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമേ ഈ ഒരു ഫില്ലിങ്ങിന് വേണ്ടുള്ളൂ. അങ്ങനെ ഇതാ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം പാനിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ചിക്കി കൊടുക്കുക ചിക്കൻ. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജീസും അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് പിന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഇതാ ഈ ഒരു ടൈം ആകുമ്പോഴേക്ക് ഉരുളക്കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് സ്മാഷർ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ ആ ഒരു മസാലയിലോട്ട് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കില്ല. ലാസ്റ്റായിട്ട് ഒരു പിടിയോളം മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഇതിന് വേണ്ടിക്കുള്ള ഒരു കോട്ടിങ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിക്ക് ഒരു ബൗളിലോട്ടേക്ക് 2 സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ലൂസ് കൺസിസ്റ്റൻസിയിൽ ആ ഒരു രീതിയിൽ ആക്കിയെടുക്കല. ഇവിടെ ഇപ്പം ഞാൻ 2 സ്പൂണിന് ഒരു 1/4 ഗ്ലാസോളാണ് വെള്ളം എടുത്തിട്ടുള്ളത്, അത് മതിയായിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് മുട്ടൻ്റെ ബാറ്ററും അങ്ങനെയും എടുക്കുക. ഇനി ഇതാ തയ്യാറാക്കുന്ന കാണിച്ചു തരാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ടേക്ക് കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ മുകളിലെടുത്തിട്ട് താഴെ ട്രൈപോഡ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പം രണ്ടാമത് പിന്നെയും കാണിക്കുന്നുള്ളതാണ്. കുറച്ച് മതിയാവും മൊസറല്ല ചീസ്. നമുക്ക് എത്രത്തോളം ആഡ് ചെയ്യുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്കിപ്പം ഈ ഒരു ഷേപ്പിലല്ല വേണമെന്നുണ്ട്, വേറെ ഷേപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആക്കാം. ഇവിടെ ഇപ്പം ഞാൻ ബോൾ പോലെ ആക്കിയിട്ടുള്ളത്. ഇനിയിപ്പം ഇതൊന്ന് ബോളാക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ ആ ഒരു മൈദൻ്റെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് മൊത്തത്തിൽ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാതും ചെയ്തെടുക്കലാന്ന്. ഇങ്ങനെ ഇതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യല. അതിന് വേണ്ടിക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് മുങ്ങിപ്പൊരിയാനുള്ള ആ ഒരു രീതിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കല. ഇതിപ്പം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ ആദ്യത്തെ ബാച്ച് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കലാണ്.
അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇത് കഴിക്കാൻ. എന്തായാലും നിങ്ങൾ ഒരിക്കൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ ഒരു ഡിഫറെൻ്റാണ്. മക്കൾക്കെല്ലാം നല്ലപോലെ ഇഷ്ടമാവും ഇങ്ങനെ ചീസ് പുള്ളിങ് എല്ലാം കാണുമ്പോൾ. അപ്പോൾ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ടെങ്കിൽ ട്രൈ ചെയ്തിനെങ്കിൽ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ പറ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.